സ്വകാര്യ ടെലികോം കമ്പനികളായ എയർടെലും ജിയോയും റീചാർജ് പ്ലാൻ നിരക്കുകൾ വർദ്ധിപ്പിച്ചതോടെ നിരവധി ഉപഭോക്താക്കളാണ് BSNL-ലേക്ക് മാറുന്നത്. ഇതിനിടെ ഇപ്പോൾ BSNL-ഉം ടാറ്റയും കൈകോർക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയെങ്കിൽ ഇത് ടെലികോം രംഗത്ത് വൻ മത്സരത്തിന് വഴിവെക്കും. കഴിഞ്ഞ മാസം ജിയോയാണ് ആദ്യം റീചാർജ് നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. പിന്നാലെ എയർടെലും വിയും നിരക്ക് വർധന പ്രഖ്യാപിച്ചു. 12 മുതൽ 25% വരെയാണ് ജിയോയുടെ നിരക്കുകൾ വർദ്ധിപ്പിച്ചത്. 11 മുതൽ 21% വരെ എയർടെലും 10 മുതൽ 21% വരെ വിയും നിരക്കുകൾ ഉയർത്തി. സാധാരണക്കാരന്റെ കീശ കീറുന്ന താരിഫ് വർധനയാണ് നടപ്പാക്കിയതെന്ന് വ്യാപക വിമർശനമാണ് ഉയർന്നത്. ഇതോടെ ഉപഭോക്താക്കൾ BSNL-ലേക്ക് സിം പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. BSNL 4G കണക്ടിവിറ്റി വൈകാതെ ആരംഭിക്കുമെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ പ്രതീക്ഷയിലാണ് പലരും BSNL-ലേക്ക് മാറിയത്. ഈ പ്രവണത ഇപ്പോഴും തുടരുകയാണെന്നും നിരവധി എയർടെൽ ജിയോ ഉപഭോക്താക്കളാണ് തങ്ങളുടെ മൊബൈൽ നമ്പറുകൾ പോർട്ട് ചെയ്യുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇപ്പോൾ BSNL-ലുമായി ടാറ്റ കൈകോർക്കുന്നുവെന്ന റിപ്പോർട്ട് കൂടി വരുമ്പോൾ ഈ രംഗത്ത് മത്സരം കടുക്കുമെന്നുറപ്പാണ്. 15,000 കോടിയുടെ കരാറിന്റെ ഭാഗമായി ടാറ്റ കൺസൾട്ടൻസി സർവീസ് ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കുകയാണ്. രാജ്യത്തെ 4 മേഖലകളിലാണ് ഡേറ്റാ സെന്ററുകൾ സ്ഥാപിക്കുന്നത്. TCS-ഉം BSNL-ഉം ചേർന്ന് ഇന്ത്യയിലെ 1000 ഗ്രാമങ്ങളിലേക്ക് 4G ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനാണ് പദ്ധതിയിടുന്നത്. ഇത് സമീപഭാവിയിൽ വേഗതയേറിയ ഇന്റർനെറ്റ് സേവനം ഉറപ്പാക്കുമെന്നാണ് അവകാശപ്പെടുന്നത്. നിലവിൽ ജിയോയും എയർടെലുമാണ് 4G ഇന്റർനെറ്റ് സേവന വിപണിയിൽ ആധിപത്യം പുലർത്തുന്നത്. എന്നാൽ ടാറ്റയും BSNL-ഉം തമ്മിൽ കരാറുണ്ടായാൽ ഇവർക്ക് വലിയ വെല്ലുവിളിയായി മാറും. അതേസമയം 229 രൂപയുടെ പ്രീപെയ്ഡ് പ്ലാനുമായി BSNL രംഗത്ത് വന്നിരിക്കുകയാണ്. അൺലിമിറ്റഡ് വോയിസ് കോളിംഗ്, പ്രതിദിനം 100 SMS, 2 GB പ്രതിദിന ഡേറ്റ എന്നിവയാണ് പ്ലാനിന്റെ പ്രത്യേകതകൾ. സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാർ ഇതേ പ്ലാനിന് 300 രൂപയിലധികമാണ് ഈടാക്കുന്നത്. 24 ദിവസത്തെയും 28 ദിവസത്തെയും പ്ലാനുകൾ ഉപയോഗിച്ച് റീചാർജ് ചെയ്ത് മടുത്ത ഉപഭോക്താക്കൾക്ക് ഈ പ്ലാൻ പ്രയോജനപ്പെടുന്നതാണ്. ഏത് തീയതിയിലാണോ റീചാർജ് ചെയ്യുന്നത് തൊട്ടടുത്ത മാസം അതേ തീയതി വരെയാണ് പ്ലാനിന് വാലിഡിറ്റി ഉള്ളത്. അതായത് ഓഗസ്റ്റ് 2-നാണ് ഉപഭോക്താവ് റീചാർജ് ചെയ്യുന്നതെങ്കിൽ സെപ്റ്റംബർ 2 വരെ പ്ലാനിന് വാലിഡിറ്റി ഉണ്ടാകും. ഓരോ മാസവും സ്ഥിരം ഒരു തീയതിയിൽ തന്നെ റീചാർജ് ചെയ്യാം എന്ന സൗകര്യം ഒരുക്കിയിരിക്കുന്നു. സെക്കൻഡറി സിം ഉപയോഗിക്കുന്നവർക്കും ഫീച്ചർ ഫോണുകളിലെ കണക്ഷനുകൾക്കും വളരെ ലാഭകരമായ പ്ലാനാണിത്. പ്രതിദിനം 2 GB ഡാറ്റ മാത്രമാണ് പ്ലാനിൽ നൽകുക എന്നത് ഒരു പരിമിതിയായി കാണാവുന്നതാണ്. ദിവസവും ഡാറ്റ പരിധിക്ക് ശേഷം ഇന്റർനെറ്റ് വേഗത 80 kbps ആയി മാറുമെന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. മിക്കയിടത്തും റേഞ്ച് ലഭിക്കുന്നു എന്നത് BSNL-നെ കോളുകൾ ചെയ്യാൻ കൂടുതലായി ആശ്രയിക്കുവാൻ സഹായിക്കും. സ്വകാര്യ ടെലികോം കമ്പനികൾ താരിഫ് നിരക്കുകൾ കൂട്ടിയത് 2 അതിലധികമോ സിം കാർഡുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ചെലവ് വർദ്ധിപ്പിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്തരത്തിൽ ബുദ്ധിമുട്ട് നേരിടുന്നവർക്ക് ചെലവ് കുറയ്ക്കാനുള്ള മാർഗമാണ് BSNL പ്ലാനുകൾ സ്വീകരിക്കുക എന്നത്.